ഹായ് ഓൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 6th സെം അബ്ഡോമൻ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ മൊഡ്യൂൾ 1 സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡറിനെ കുറിച്ച്. ആ മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു 2018 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത ശേഷം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വന്നിരിക്കുന്ന 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 മാർക്കിന് ഒരു 2 സെൻറ്റൻസ് പോരാ, ഒരു 4 to 5 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അതും കറക്റ്റ് തന്നെ ആയിരിക്കണം. സോ ഇവിടെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ് ആൻ എക്സസീവ് യൂസ് ഓഫ് substance resulting in potentially hazardous behavior such as driving while intoxicated or continued use despite a persistent social, psychological and occupational or health problem. അതായത് നമ്മുടെ സോഷ്യൽ, സൈക്കോളജിക്കൽ, ഒക്യുപ്പേഷണൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. എക്സസീവ് ആയിട്ടുള്ള യൂസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് നമുക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്നാണ്. സോ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് മോർ സിവിയർ ഫോം ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ആൻഡ് യൂഷ്വലി ഇൻവോൾവ് എ മാർക്ഡ് ഫിസിയോളജിക്കൽ നീഡ് ഫോർ ഇൻക്രീസ് എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ടു അച്ചീവ് ദ ഡിസേർഡ് എഫക്റ്റ്. അതായത് നമുക്കിപ്പം ഒരു കിക്ക് ആവുക എന്ന് നമ്മൾ പറയില്ലേ, സോ ആ കിക്ക് ആവുന്നോടം വരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻക്രീസിങ് എമൗണ്ട്സ് ഓഫ് സബ്സ്റ്റൻസ് ടു അച്ചീവ് ദ ഡിസൈർഡ് എഫക്റ്റ്. ദെൻ ഡിപ്പെൻഡൻസ് ഇൻ ദിസ് ഡിസോർഡേഴ്സ് മീൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ വിൽ ഷോ എ ടോളറൻസ് ഫോർ എ ഡ്രഗ് ഓർ എക്സ്പീരിയൻസ് വിത്ഡ്രോവൽ സിംറ്റംസ് വെൻ ദ ഡ്രഗ് ഈസ് അൺഅവൈലബിൾ. അതായത് ഒരാളെ ഡിപ്പെൻഡൻ്റ് ആയെന്ന് എപ്പോഴാണ് പറയുക, ആളില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്റ്റൻസ് ഇല്ലാണ്ട് അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ അയാൾ സിംറ്റംസ് ഷോ ചെയ്യുകയാണ്, അതായത് വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ആണ്. ഇനിയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ദ നീഡ് ഫോർ ഇൻക്രീസ്ഡ് എമൗണ്ട്സ് ഓഫ് എ സബ്സ്റ്റൻസ് ടു അച്ചീവ് ദ ഡിസൈർഡ് എഫക്റ്റ് result from biochemical changes in the body that affect the rate of a metabolism and elimination of the substance from the body. അതായത് ടോളറൻസ് ലെവൽ എന്ന് പറയില്ലേ, നമുക്ക് ഇത്ര എമൗണ്ട് കഴിച്ചാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, ഓക്കെ ഞാൻ കുടിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ആ സബ്സ്റ്റൻസ് യൂസ് ചെയ്തു എന്നുള്ളൊരു ഫീൽ കിട്ടുള്ളൂ. സോ ആ എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്കുണ്ടാകുന്ന ആ നീഡിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിഡ്രോവൽ. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ സിംറ്റംസ് സച്ച് ആസ് സ്വെറ്റിംഗ്, ട്രെമേഴ്സ് ആൻഡ് ടെൻഷൻ ദാറ്റ് അക്കമ്പനി ഇൻ ദ ആബ്സെൻസ് ഫ്രം ദ ഡ്രഗ്. അതായത് നമുക്ക് ഡ്രഗ് കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാവുന്ന കുറച്ച് സിംറ്റംസ് ആണ്. സ്വെറ്റിംഗ് ഉണ്ടാവും, ട്രെമേഴ്സ് ഉണ്ടാവും, അതില്ലാത്തൊരു നമുക്ക് ടെൻഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം, അതിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീറിയം, ദാറ്റ് ഈസ് ഫോർമലി നോൺ ആസ് ഡെലീറിയം ട്രെമൻസ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിഡ്രോവൽ സ്റ്റേറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിനെയാണ് ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീറിയം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന കുറച്ച് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിറ്റോറിയേഷൻ ഓഫ് ഫോർ ടൈം ആൻഡ് പ്ലേസ്, വിവിഡ് ഹാലൂസിനേഷൻ, അക്യൂട്ട് ഫിയർ, എക്സ്ട്രീം സജസ്റ്റബിലിറ്റി, മാർക്ക് ട്രെമേഴ്സ്, അതുപോലെ തന്നെ പ്രസ്പിറേഷനൊക്കെ ഫീവറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒപ്പിയം. ഒപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്നാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്പിയവും അതിൻ്റെ ഡെറിവേറ്റീവ്സിനെ വിളിക്കുന്നതാണ് നാർക്കോട്ടിക്സ് എന്ന്. സോ നാർക്കോട്ടിക്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അപ്പം ഒപ്പിയം എന്ന് പറഞ്ഞാൽ 18 കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ ഒരു മിക്സ്ചറാണ്. ഈ 18 കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കലോയിഡ്സ് എന്നാണ്. 1805 ആൽക്കലോയിഡ്സ് ലാർജ് എമൗണ്ടിൽ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. സോ ഇത് ലാർജ് എമൗണ്ടിൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ അതിനൊരു ബിറ്റർ ടേസ്റ്റാണുള്ളത്. സോ ഒരു പൗഡർ രൂപത്തിൽ നമുക്ക് കാണപ്പെടും ഇത്.
ദെൻ ഒരു പവർഫുൾ ആയിട്ടുള്ള സെഡേറ്റീവ് ആൻഡ് പെയിൻഫുൾ റിലീവറാണ്. ഇത് നമ്മൾ ഈ ഒരു ഒപ്പിയതിനെ നമ്മൾ മോർഫിൻ എന്ന് കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. ഇറ്റ് വാസ് നെയിംഡ് മോർഫിൻ ആഫ്റ്റർ മോർഫസ്, ദ ഗോഡ് ഓഫ് സ്ലീപ്പ് ഇൻ ഗ്രീക്ക് മെത്തഡോളജി. ദെൻ ഈ ഒരു മോർഫിന് ഈ സിവിൽ വാറിൻ്റെ സമയത്ത് വൈഡ് റേഞ്ച് ആയിട്ട് നമ്മുടെ സോൾജേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനാണ് എൻഡോർഫിൻ എന്താണ്. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഹോർമോൺ നമുക്ക് പറയാം. അതാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൊക്കെ ഇത് കാണപ്പെടുന്നു. ഇത് ഈ ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ, അതായത് നമുക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ പെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റാമിൻ. അങ്ങനെയും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിമുലൻസ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്റ്റിമുലൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റാമിൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നാർക്കോട്ടിക്സുമായിട്ട് നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബ്രെയിൻ്റെ ആക്ടിവിറ്റിനെ എല്ലാം എന്താണ് സ്ലോ ഡൗൺ ചെയ്യുകയാണ്, ഡിപ്രസ് ചെയ്യുന്നതാണ് നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ഈ ഒരു കൊക്കെയിൻ ആൻഡ് ആംഫെറ്റാമിൻ നമ്മൾ സ്റ്റിമുലൻ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ആക്ടിവിറ്റീനൊക്കെ സ്പീഡപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റാമിൻ. സോ കൊക്കെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ പൗഡറാണ്. ദാറ്റ് ഈസ് ഡിറൈവ് ഫ്രം കൊക്ക ലീവ്സ്. ആൻഡ് ഈ ഒരു കൊക്കെയിൻ എന്ന് പറയുന്നത് ലുക്ക് ലൈക്ക് ഒരു സ്മോൾ ആണ് ആൻഡ് ഇറഗുലർ ഷേപ്ഡ് വൈറ്റ് റോക്സ് പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത്. ദെൻ ഇത് കഴിച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് ഇൻറ്റൻസ് യൂഫോറിയ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റിമുലൻ്റ് ആയിട്ട് കുറച്ചുകൂടി എന്താ പറയുക, ഈ ഒരു സ്റ്റിമുലൻ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ഈ സ്റ്റിമുലൻ്റ് എന്ന് പറയുന്നത് കഫിൻ ആൻഡ് നിക്കോട്ടിൻ ആട്ടോ. നമുക്കിതിനൊരു ഡിസോർഡർ ഉണ്ടല്ലോ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. അതായത് ഡിസോർഡറിന് കാരണമാകുന്ന അഡിക്ഷന് കാരണമാകുന്ന സാധനം നമുക്ക് പറയാൻ പറ്റത്തില്ല. അഡിക്ഷനല്ല, ഡിസോർഡറായിട്ട് പറയുന്നില്ല. സോ കഫിൻ ആൻഡ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് ലീഗലി അവൈലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ദെൻ ഇത് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഭവമല്ല. ആൽക്കഹോൾ പോലെ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനമല്ല നമ്മുടെ കഫിനും ആൻഡ് നിക്കോട്ടിൻ. ഓൾസോ ഇതെന്താണ് ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്, ഡ്രഗ്സ് പോലെ തന്നെയാണ് ഒരു സംഭവം. ഈ ഒരു കഫിനും നിക്കോട്ടിനൊക്കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈസിലി നമുക്ക് കിട്ടുന്ന സംഭവമാണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള സംഭവമാണ്. സോ ഇത് അബ്യൂസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് എന്താണ് ആംഫെറ്റാമിൻ ആണ്. ആംഫെറ്റാമിൻ എന്ന് പറയുന്നതും എന്താണ് ഒരു സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബെൻസ് ഡ്രൈൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത് ശരിക്കും എന്താണ് ഡ്രഗ് സ്റ്റോറിൽ, അതായത് മരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നീട് അത് ആൾക്കാർ മിസ്യൂസ് ചെയ്ത് വരുന്നപ്പോഴാണ് ഇതൊരു എന്തായിട്ട് മാറിയത്, ഒരു ഡ്രഗ് അബ്യൂസിലേക്ക് ലീഡ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ബാർബിറ്റുറേറ്റ്സ് എന്താണെന്നുള്ളത്. സോ ഇതൊരു സെഡേറ്റീവ് ആണ്. 100 years ago ഇതൊരു പവർഫുൾ ആയിട്ടുള്ള സെഡേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രശ്നക്കാരായ ആൾക്കാരെ ഉറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് മെഡിക്കൽ യൂസിന് വേണ്ടിയിട്ട് ഉള്ള പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ബാർബിറ്റുറേറ്റ്സ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡേഞ്ചറസ് ഡ്രഗാണ്. ദാറ്റ് ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. അതുപോലെ തന്നെ ഈ ബാർബിറ്റുറേറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫിസിഷ്യൻസ് പേഷ്യൻസിനെ കാമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് നമ്മൾ യൂസ് ചെയ്തത്. ഒരു ഡിപ്രസൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഹാലൂസിനോജൻസ് എന്ന് പറയുന്നത്. സോ ഹാലൂസിനോജൻസ് എന്ന് പറയുന്നത് നമ്മുടെ LSD ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സിനെയാണ്. സോ ഹാലൂസിനേഷൻസ് എന്ന് എന്താണ് ആ പേര് പറയുന്ന പോലെ തന്നെ എന്താ ഹാലൂസിനേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹാലൂസിനോജൻ എന്ന് പറയുന്നത്. LSDയും അതുപോലെ തന്നെ മെസ്കാലിനും ഒക്കെ എന്താണ് ഇതിനൊരു എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് LSD എന്ന് പറയുന്നത്. LSD എന്ന് പറയുന്നത് മോസ്റ്റ് പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാലൂസിനോജനാണ്. ഏറ്റവും ഒരു എന്താ പറയുക ഓർഡർലെസ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് LSD എന്ന് പറയുന്നത്. ദറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻടോക്സിഫിക്കേഷൻ വിത്ത് ആൻ സ്മോൾ എമൗണ്ട്. കുറഞ്ഞ എമൗണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഒരു സോൾട്ട് നമ്മൾ ശകലം എടുക്കുന്നില്ലേ, അത്ര എടുത്താൽ തന്നെ ഇതിന് നല്ല എഫക്റ്റാണ്. സോ ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് സ്വിസ് കെമിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഹോഫ്മാൻ ആണ് ഇൻ 1938.
നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റൻസി ആണ്. നിങ്ങൾ ഈ PPT കാണുന്ന പോലെ എക്സ്റ്റൻസി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കാരണം അത് ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഒന്ന് ആഡ് ഓൺ ചെയ്തെന്നേ ഉള്ളൂ. എക്സ്റ്റൻസി അല്ലെങ്കിൽ MDMA നമ്മൾ ഇഷ്ടംപടി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് MDMA എന്ന് പറയുന്നത്. ഇതൊരു ബോത്ത് ഹാലൂസിനോജനായിട്ടും അതുപോലെ തന്നെ സ്റ്റിമുലൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ PTSD ഇല്ലേ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്, അതുപോലെ ഫോബിയ, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, സൂയിസൈഡാലിറ്റി, ഡ്രഗ് അഡിക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ MDMA എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വേൾഡ് വൈഡായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് മരിജുവാന എന്ന് പറയുന്നത്. കനാബിസ് സറ്റൈവ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് ഇത് വരുന്നത്. ഓൾസോ ഇതെന്താണ് ഒരു സ്മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സ്നോട്ടിങ്ങോ ഇതൊക്കെ നമ്മളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരിജുവാന യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് ഓഫ് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. സോ സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഫെയിലിയേഴ്സ് ഇൻ പേരൻ്റൽ ഗൈഡൻസ്, പിന്നെ സൈക്കോളജിക്കൽ വൾണറബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, സ്ട്രെസ്, ടെൻഷൻ, ഡിറ്റക്ഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ എന്താണ് ആൽക്കഹോൾ അബ്യൂസ് കാണപ്പെടുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് സോഷ്യൽ സക്സസ് ഇതും എന്താണ് ഒരു കോസൽ ഫാക്ടറാണ്. അതുപോലെ തന്നെ മരേറ്റിലാണ് അതർ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും നമുക്ക് ആൽക്കഹോൾ അബ്യൂസിൽ ഡിപ്പെൻഡൻസിനും കാരണമാകുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അത് എസ്സേ ക്വസ്റ്റിനും കാണുന്നുണ്ട്, ഷോർട്ട് എസ്സേ ക്വസ്റ്റിനുമായിട്ട് കാണുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഷോർട്ട് എസ്സേ കാണുന്നത് ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ആണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് ന്യൂറോബയോളജി ഓഫ് അഡിക്ഷനും പിന്നെ ജനറ്റിക് വൾണറബിലിറ്റിയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ചോദിച്ചു കണ്ടിരിക്കുന്നതാണ്, നമ്മൾ 2 മാർക്കിന് പറഞ്ഞ കാര്യങ്ങളാണ്. ഒപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിനെ ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ ഡിഫറൻഷിയേറ്റ് സ്റ്റിമുലൻറ്റ് ഫ്രം സെഡേറ്റീവ്സ്. ഇതെല്ലാം ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഫുൾ ക്ലാസ് കിടപ്പുണ്ട്. ജസ്റ്റ് ആവശ്യമുള്ള ആൾക്കാർ അതിനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പീരീഡ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളത്. ഒന്ന് ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡർ, അതായത് നമ്മുടെ ആൽക്കഹോൾ എഫക്റ്റ് ഓൺ ദ ബ്രെയിൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, ദ ഫിസിക്കൽ എഫക്റ്റ് ഓഫ് ക്രോണിക് ആൽക്കഹോൾ യൂസ്. ഈ 3 കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യണം. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഈ ഒരു എന്താ ഡിസോർഡറിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ബുച്ചറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ അബ്നോർമൽ സൈക്കോളജിയിൽ. സോ അതിൻ്റെ ഹെഡിങ്ങുകൾ വൈസ് നിങ്ങൾ എഴുതി എക്സാമിന് ഹെഡിങ് വൈസ് എഴുതി നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മൾ ഒരു 18 to നമ്മുടെ 23 വരെയുള്ള സിലബസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് കണ്ട ക്വസ്റ്റ്യൻസ്. സോ എന്താണ്, നന്നായി പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ഇയേഴ്സിൽ വന്നിട്ടുണ്ട്, വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയത്തില്ലല്ലോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ യൂണിവേഴ്സിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇത് നന്നായി പഠിക്കുക. ഏകദേശം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും